ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കുള്ള ഒരു സംശയമാണ്, ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണോ എന്നുള്ളത്. എന്നാൽ ഞാൻ പറയുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ട്രേഡ് മാർക്ക് എടുത്തിരിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പേര് അത് മറ്റൊരാൾ കോപ്പി ചെയ്യാതിരിക്കാനും, അതുപോലെ തന്നെ മറ്റൊരാൾ ഉപയോഗിക്കുന്ന ഒരു പേരിനോട് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ബ്രാൻഡ് നെയിമിന് സാദൃശ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കവർ പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പല എക്സ്പെൻസുകൾ നിങ്ങൾ പൈസ മുടക്കിയിട്ട് നിങ്ങളത് ചെയ്യും. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് ഏതെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളൊക്കെ വന്നു, നിങ്ങൾക്കത് കിട്ടാത്ത ഒരു സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ മുടക്കിയ പൈസ വേസ്റ്റായി പോകും. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ട്രേഡ് മാർക്ക് എടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനിവിടെ നിങ്ങളോട് ട്രേഡ് മാർക്കിനെ കുറിച്ച് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസ് ഒന്നുമല്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാണ്ട് പ്ലാൻ ഉണ്ടായെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ട്രേഡ് മാർക്ക് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതൊരിക്കലും നമ്മൾ ഒരു തവണ ചെയ്തു നമുക്കത് രജിസ്റ്റേർഡ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോലും തന്നെ അതിന് ശേഷവും നമ്മൾക്ക് ഇതിനുള്ള ഫർദർ എന്താ പറയുക ഒബ്ജക്ഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ ഒപ്പോസിഷൻസോ ഒക്കെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാം. അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെയധികം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള നല്ല ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് വരാം. 2018 ഞാനൊരു ട്രേഡ് മാർക്കിന് വേണ്ടി ആദ്യമായി അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ട്രേഡ് മാർക്കിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കേൾക്കുന്ന വീഡിയോകളിലൂടെയുള്ള അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ഓൺലൈൻ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു. അവർ വഴിയാണ് ഞാൻ ക്ലാസ് 30 വിഭാഗത്തിലേക്ക് എൻ്റെ ട്രേഡ് മാർക്കിന് ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്യൂച്ചർ യൂസിലേക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്തതും. ഏതാനും മാസങ്ങൾക്ക് ശേഷം എനിക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് മാർക്കായിട്ട് കിട്ടി. അങ്ങനെ അതിന് ശേഷം ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇതിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താനുള്ള പ്ലാനിങ് ചെയ്തു. അതായത് ഈ ട്രേഡ് മാർക്ക് എനിക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആയ ട്രേഡ് മാർക്കിൽ ചെറിയൊരു മാറ്റം വരുത്തി പുതിയൊരു പേരിലേക്ക് വരാനായിട്ടുള്ള, അതായത് സെയിം പേരിനോടെ ഒരു സിമിലാരിറ്റി ഉള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പുതിയൊരു പേര്. അപ്പം അങ്ങനത്തെയുള്ള മാറ്റങ്ങൾ വരുത്തെങ്കിലും നിലവിലുള്ള ട്രേഡ് മാർക്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. പുതിയൊരു ആപ്ലിക്കേഷനായിട്ടാണ് ഞാനത് ഫയൽ ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ മറ്റൊരു ഓൺലൈൻ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്ത് അവർ ത്രൂവാണ് ചെയ്തത്. ഏകദേശം ഒരു 6000 രൂപ 7000 രൂപ, രണ്ട് സ്ഥാപനങ്ങൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള എമൗണ്ടുകളാണ് ചാർജ് ചെയ്തത്. 6000-7000 രൂപ അടുത്ത് എൻ്റെ ചാർജ് ചെയ്തു. അങ്ങനെ ക്ലാസ് 30 വിഭാഗത്തിൽ ഞാൻ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. എന്നാൽ ഓൾറെഡി ഞാനൊരു ട്രേഡ് മാർക്ക് എനിക്ക് ഉണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു, രജിസ്റ്റേർഡ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്നും എനിക്ക് ഒപ്പോസിഷൻ വന്നു. അവരുടെ പേരിനോട് സിമിലാരിറ്റി ഉള്ള പേരാണ് എന്ന് കാണിച്ച് അവർ ഒപ്പോസിഷൻ ചെയ്തു. അങ്ങനെ ഈ ഒപ്പോസിഷൻ വന്നപ്പോൾ ഞാൻ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ അവരുടെ പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ അവരുമായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ ഞാൻ അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്ക് പരിചയമുള്ള വ്യക്തി സജസ്റ്റ് ചെയ്തിട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ലീഡിംഗ് ബ്രാൻഡുകളുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് അവരെനിക്ക് തന്നത്. അവരുടെ ഫീസ് ഒരല്പം കൂടുതലായിരുന്നെങ്കിൽ കൂടിയും ട്രേഡ് മാർക്കിനെ കുറിച്ചുള്ള കുറേയേറെ വിലപ്പെട്ട വിവരങ്ങൾ അവരിൽ നിന്നും എനിക്ക് ലഭിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ക്ലാസ് 30 വിഭാഗത്തിൽ മാത്രമായിട്ട് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഓൾറെഡി വെജിറ്റേറിയൻ പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. ക്ലാസ് 30 എന്നുള്ളത് വെജിറ്റേറിയൻ പ്രൊഡക്ട്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡ് മാർക്കിംഗ് കാറ്റഗറിയാണ്. അവർ പറഞ്ഞ് ക്ലാസ് 29 കൂടെ എടുക്കാൻ പറ്റും. ക്ലാസ് 29 എന്നുള്ളത് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ മിൽക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസുകളുടെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ക്ലാസ് ആണ് ക്ലാസ് 29 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് 29 എടുത്തു. അതുപോലെ തന്നെ ക്ലാസ് 35 എടുത്തു. ക്ലാസ് 35 എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് നമ്മൾ ഈ ബിസിനസ് നമ്മളുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുവാണെങ്കിൽ ക്ലാസ് 35 എന്നുള്ളൊരു കാറ്റഗറി കൂടി നമ്മൾ എടുക്കണം. അപ്പോൾ ഈ 3 കാറ്റഗറിയിലേക്കും ഞാൻ പുതിയ ആപ്ലിക്കേഷൻ വീണ്ടും പ്രൊസീഡ് ചെയ്തു. ക്ലാസ് 29, ക്ലാസ് 30, ക്ലാസ് 35. അപ്പോൾ ഫുഡ് ബിസിനസ് വേണ്ടിയിട്ട് ട്രേഡ് മാർക്ക് എടുക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ഈ ഒരു 3 കാറ്റഗറിയെങ്കിലും എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളുടെ കൺസൾട്ടന്റ് ആരാണ് നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് മാർക്ക് ചെയ്തു തരുന്നത് അവരുടെ ഗൈഡൻസ് കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും.
പക്ഷേ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അവരുടെ നിന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ ക്ലാസ്സിലേക്കാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ്, നമ്മളൊരു ട്രേഡ് മാർക്കിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ട്രേഡ് മാർക്കിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫ്യൂച്ചർ യൂസിലേക്ക് എന്നുള്ള രീതിയിൽ ഒരിക്കലും കൊടുക്കരുത്. ഈ ഒരു ട്രേഡ് മാർക്ക് ഈ ഒരു പേര് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷനിൽ കാണിക്കേണ്ടത്. ഇനി നമ്മളുടെ ആപ്ലിക്കേഷൻ അത് ഇൻഡിവിജ്വലായിട്ട് നമ്മളുടെ പേര് തന്നെ ചെയ്യണോ അതോ നമ്മളുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ ചെയ്യണോ? ഞാൻ കേരളത്തിലെ ഒരു ബ്രാൻഡ്, അദ്ദേഹം ഒരു വലിയ ബ്രാൻഡുമായിട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG ബ്രാൻഡുമായിട്ട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് കേസ് ജയിച്ച ഒരാളാണ്. ഏകദേശം 7-8 വർഷത്തോളം അദ്ദേഹം ആ കേസുമായിട്ട് മുമ്പോട്ട് പോയി. അവസാന ഫൈനലി അദ്ദേഹത്തിന് തന്നെ ആ കേരള ബ്രാൻഡിന് തന്നെ ആ പേര് കിട്ടി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇൻഡിവിജ്വൽ പേരിൽ അത് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കേസിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം 7 വർഷത്തോളം ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോയി. ഓപ്പോസിറ്റ് നിന്ന കമ്പനി എന്ന് പറഞ്ഞാൽ കോടികളുടെ ടേൺ ഓവർ ചെയ്യുന്ന വലിയൊരു FMCG കമ്പനിയാണ്, ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡാണ്. പക്ഷെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഫൈനലി 7 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടി. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ട്രേഡ് മാർക്കിലൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ട്രേഡ് മാർക്കിൻ്റെ ഇത് തന്നെ പറഞ്ഞുതരാം. മാരിബോ സ്നാക്സ് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ അതിൽ ആ മാരിബോ സ്നാക്സ് എന്നുള്ള ആ ഒരു വാക്ക് അതെനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അത് ഇനി വേർഡ് മാർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി മാരിബോ സ്നാക്സിൻ്റെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ലോഗോ, ഇത് മുഴുവനായിട്ട് വേണമെങ്കിലും നമുക്കിതിനെ ചെയ്യാൻ സാധിക്കും. ഇതിന് ഡിവൈസ് മാർക്ക് എന്നാണ് പറയുന്നത്. ഈ ഡിവൈസ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഈ ഒരു വാക്കിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. എങ്കിലും നിങ്ങൾ ഈ കാണുന്ന ആ ലോഗോ അതിന് മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണം. അതായത് ഈ കാണുന്ന മാരിബോ സ്നാക്ക് എന്നുള്ള ആ ഒരു വേർഡും അതുപോലെ തന്നെ ഈ കാണുന്ന ആ ഒരു പിക്ചർ, അതായത് ആ ലോഗോയും രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ കോമ്പോസിറ്റ് മാർക്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്കാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു വിലപ്പെട്ട വിവരം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഓൾറെഡി നിങ്ങളുടെ ബ്രാൻഡ് നെയിം നിങ്ങളുടെ ട്രേഡ് മാർക്ക് എടുത്തതാണ്. വിദേശ രാജ്യത്തേക്ക് അയക്കുമ്പോൾ നിർബന്ധമായിട്ടും ഏത് രാജ്യത്തേക്കാണ് അയക്കുന്നത് ആ രാജ്യത്തെ ട്രേഡ് മാർക്ക് കൂടി നിങ്ങൾ എടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ട്രേഡ് മാർക്ക് മറ്റൊരാൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇതേ പേരിൽ അവിടത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. എനിക്കറിയാവുന്ന പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള നിരവധി ബ്രാൻഡുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവരുമായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം വേറൊരു ഫോറിൻ കൺട്രീസിലാണ് പിന്നെ നമുക്ക് അതിനുവേണ്ടി കേസ് നമുക്ക് റൺ ചെയ്യേണ്ടി വരിക. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തെ ട്രേഡ് മാർക്ക് കൂടി നിർബന്ധമായിട്ട് എടുക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ട്രേഡ് മാർക്കിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അതിന്റെ എക്സ്പീരിയൻസുമായിട്ട് കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് മാർക്കിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൺസൾട്ടന്റിനെ ആ ഒരു വർക്ക് ഏൽപ്പിക്കുക. അതുപോലെ അവരൊരു ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ അവരൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ അതുവരെ ചെയ്തേക്കുന്ന വർക്കുകളുടെ ഒരു ഫീഡ്ബാക്ക് കൂടി, ഒരു ഡീറ്റെയിൽസ് കൂടി നിങ്ങളെടുത്ത് അതിന്റെ ബേസിസിലായിരിക്കണം ആ വർക്ക് അവരെ ഏൽപ്പിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.